ഹലോ ഹായ് മുത്തുമണീസുകളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളിന്ന് ക്യാരറ്റ് വാങ്ങിയിട്ട് വന്നിട്ട് കേട്ടോ. അപ്പം നമുക്കിന്ന് ക്യാരറ്റിൻ്റെ മുകൾ ഭാഗം കട്ട് ചെയ്തിട്ട് ഒന്ന് നടാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഈ ക്യാരറ്റ് വയ്ക്കുന്ന ഒരു പ്രത്യേകത അല്ലേ. എന്നാലും നമുക്ക് എന്താണ് ഒന്നൊന്ന് ക്യാരറ്റ് ഒരുപാട് ദിവസമായി ഞാനിങ്ങനെ നടണം എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ക്യാരറ്റ് കൊണ്ടുവന്നപ്പോൾ എനിക്ക് അതൊന്നും എടുത്തിട്ട് മുകൾ ഭാഗം എടുത്തിട്ട് നട്ട് നോക്കാമല്ലോ എന്ന് വിചാരിച്ചു. നമ്മൾ ഓരോന്ന് ചെയ്ത് നോക്കലാണല്ലോ സാധാരണ. ഇന്നിപ്പോൾ ഞാൻ അപ്പോൾ ഇതൊന്ന് നട്ട് നോക്കട്ടെ കേട്ടോ. അപ്പം നമ്മളെ കയ്യിലൊരു ബക്കറ്റ് ഉണ്ട്. അത് നല്ല ബക്കറ്റ് കേട്ടോ, പൊട്ടൊന്നുമില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇതിലേക്കട് നടാന്ന് വിചാരിച്ചിട്ട് ആ ബക്കറ്റ് അടുത്ത് കുത്തിയട് പൊട്ടിക്കേട്ടോ. പിന്നെ ഏതായാലും ഇതൊന്നിനും ഉപയോഗിക്കലൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെ നമുക്ക് ആക്രി കടയിൽ നിന്ന് കിട്ടണം കേട്ടോ. അപ്പോൾ അതാ ഞാൻ അങ്ങനെ ഹോൾസൊക്കെ ഇട്ട് റെഡിയാക്കി കൊടുത്തണ്. ഞാൻ കത്തിനോട് വേറെ എളുപ്പപ്പണി എടുത്തതാണ്. കത്തിനോട് അവിടെ കുത്തി ഹോൾസ് ഉണ്ടാക്കി കൊടുത്തതാണ്. പിന്നെ കത്തി ചൂടാക്കിയൊക്കെ വെക്കാനൊന്നും ഇപ്പം നേരമില്ലാന്ന് വിചാരിച്ച് വേഗം ഓരോ പണികൾ എടുക്കലാണ്. പിന്നെ നല്ല മഴയും വരുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ വേഗം എളുപ്പപ്പണി എടുത്തതാണ്. പിന്നെ അതാ ഞാൻ നടുന്നതിൻ്റെ മുന്നേ ഇതുപോലത്തെ ചകിരിട്ടോ, നമ്മൾ തേങ്ങ പൊളിച്ചപ്പോൾ ഉണ്ടായിരുന്നു ചകിരിട്ടോ, അതിങ്ങോട്ട് എടുത്ത് ഫസ്റ്റ് തന്നെ ഞാൻ കുറച്ച് ചകിരി ഇങ്ങോട്ട് നല്ലോണം ചിക്കി ഇങ്ങോട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടെ കേട്ടോ. അപ്പം നമ്മൾ ഇത് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ നമ്മൾ ക്യാരറ്റ് ഒന്ന് നട്ട് നോക്കണത്. അപ്പം നട്ട് നോക്കിയാലാണല്ലോ നമുക്ക് ഉണ്ടാവുമോ ഇല്ലയെന്നൊക്കെ ഒന്ന് അറിയത്. അതുപോലെ നമ്മൾ കേങ്ങ് നട്ടിനിയല്ല, അത് ഉഷാറായിട്ട് തന്നെ ഉണ്ടായി വരുന്നുണ്ട് കേട്ടോ. അതിപ്പോൾ ഞാൻ ടെറസിൻ്റെ മുകളിലേക്ക് കൊണ്ടുപോയി വെച്ചിട്ടോ. ഓരോന്ന് ഇവിടെ നമ്മൾ നടുവും പിന്നെ ഉണ്ടായി വന്നതിന് ശേഷം നമ്മൾ ടെറസിൻ്റെ മുകളിലേക്ക് കൊണ്ടുപോയി വെക്കലാണ് സാധാരണ കേട്ടോ. ഇതാ ഇപ്പോൾ ഞാൻ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് പച്ചീര അതോടെ ഞാൻ ഇങ്ങോട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. ഇതൊക്കെ നല്ലൊരു വള കേട്ടോ. പിന്നെ അതാ നമ്മളെ മിക്സ് മണ്ണ്, നമ്മളത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇത് നമ്മൾ കോഴിക്കൂട് വൃത്തിയാക്കുന്ന സമയത്ത് കോഴിക്കൂട്ടുള്ള കാഷ്ടങ്ങളും അതുപോലെ മണ്ണും കുറച്ച് മണലും അതൊക്കെ വാടെ കൂട്ടി ഇങ്ങോട്ട് മിക്സാക്കി വെച്ചാൽ മണ്ണാട്ടോ അത്. അപ്പോൾ ഇത് ഇന്നലെ ഞാൻ വേറെ സംഗതി നടാൻ വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചതാണ്. അപ്പോൾ അതിന് കുറച്ച് ഇങ്ങോട്ട് റെഡിയാക്കി കുറച്ച് ഇതിലേക്കാട്ട് എടുത്ത് വെച്ചിട്ടോ. ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് നട്ട് നോക്കണം എങ്ങനെ ഉണ്ട് എന്നുള്ളത് കേട്ടോ. പിന്നെ ആരൊക്കെയാണ് ക്യാരറ്റ് നട്ടവരുണ്ടെങ്കിൽ ഒക്കെ ഒന്ന് കമൻറ്റ് അറിയിക്കുക കേട്ടോ. നിങ്ങളത് ഉണ്ടായിണോ ഇല്ല എന്നുള്ളതൊക്കെ ഒന്ന് പറയണം കേട്ടോ. എന്നാലും നമുക്ക് എന്താണോ ഫസ്റ്റ് ടൈമാണ് ചെയ്ത് നോക്കണത്. അപ്പോൾ ഉണ്ടാവുമല്ലോ എന്നുള്ളൊരു ടെൻഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ ഇത് ഉണ്ടാവുമല്ലോ എന്നൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞതാണ് ആരതൊക്കെയാണ് ഉണ്ടായത് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഉണ്ടായില്ലെങ്കിലും ഞാൻ ഇങ്ങോട്ട് പറയട്ടെ നമ്മളത് ഉണ്ടായില്ല എന്നുള്ളത്. നമ്മളൊന്ന് ശ്രമിച്ച് നോക്കണമല്ലോ. അപ്പോൾ ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് കേട്ടോ ഞാൻ നടുന്നത്. അപ്പോൾ അതാ നമ്മളെ ക്യാരറ്റ് ഇതിന് നമ്മൾ മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്യാം കേട്ടോ. എന്നിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് നട്ട് കൊടുക്കാം. അപ്പോൾ ഇതുണ്ടല്ലോ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ മുള വരുന്നുണ്ട് കേട്ടോ ഇതിന് ക്യാരറ്റിന്. അപ്പോൾ ക്യാരറ്റ് ബീട്രൂട്ട് എന്താണ് നമ്മളെല്ലാം ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയാലാണല്ലോ നമുക്ക് ഉണ്ടാവും എന്നുള്ളത്. ഉണ്ടായാൽ എന്താ നമുക്ക് പിന്നെ ചാക്കിലും ഇതിലൊക്കെ നട്ട് പിടിപ്പിക്കാമല്ലോ. ഒരുപാട് നല്ല ഉഷാറാണല്ലോ നമുക്ക്. അത്യാവശ്യം ഒരു കായ് ഉണ്ടായാലും ഒരു സന്തോഷമാണല്ലോ. ഒന്നുമില്ലെങ്കിൽ ഇത് ഉണ്ടായിട്ട് മുള ഇങ്ങോട്ട് വരുമ്പം തന്നെ ഉണ്ടല്ലോ, അതും ഭയങ്കര സന്തോഷം കേട്ടോ. എന്നിട്ട് ഞാൻ ഇതിൻ്റെ മുകൾ ഭാഗം ഇതുപോലെ ഇങ്ങോട്ട് കട്ട് ചെയ്ത് പിന്നെ മറ്റേ നമുക്ക് എന്ത് ചെയ്യാം, അത് നമുക്ക് ഉപ്പേരി വെക്കാനും ഒക്കെ അതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന് വെച്ചാൽ കേട്ടോ. പിന്നെ ക്യാരറ്റൊക്കെ ഉപ്പ് ഇട്ടാലും ഭയങ്കര ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഞാൻ 2 എണ്ണം ഇതുപോലെ ഇങ്ങോട്ട് കട്ട് ചെയ്ത് ഇങ്ങോട്ട് എടുത്തിട്ടോ. ഇനി നമുക്കിതിങ്ങനെ മണ്ണിലേക്ക് ഇതുപോലെ ജസ്റ്റ് ഒന്നിങ്ങനെ കുത്തി കൊടുത്താൽ മതിയേ. ഇതുപോലെ ഞാൻ അങ്ങോട്ട് കുത്തി കൊടുത്തിട്ടോ. ഇനി നമുക്കിത് ഉണ്ടായിട്ട് അപ്പോൾ ഞാൻ ബിസ്മിയൊക്കെ ചെല്ലി നട്ട് ഇനി എങ്ങനെ ഉണ്ട് എന്നുള്ളതും നോക്കിയിട്ട് ഞാൻ അതും കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് മുള വരുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാമല്ലോ. അതുപോലെ നമ്മളെ ഉള്ളി അത്യാവശ്യം നല്ലോണം ഉണ്ടായി വന്നിന് കേട്ടോ. അപ്പോൾ നമുക്ക് എന്താ നമ്മളുള്ളത് പറയണമല്ലോ. പിന്നെ ഈ മഴ നല്ലോണം അടുപ്പിച്ച് മഴ പെയ്ത സമയത്ത് നമുക്കതിങ്ങോട്ട് അതിൻ്റെ ഇലയൊക്കെ നല്ല മുള വന്നിന്. നിങ്ങൾക്ക് മുന്നുള്ള വീഡിയോ കണ്ടാൽ തന്നെ അറിയാം നമ്മളത് എത്രത്തോളം ഉഷാറായി വന്നിന് എന്നുള്ളത്. അപ്പോൾ നല്ലോണം അടുപ്പിച്ച് മഴ പെയ്തപ്പോൾ ഇതൊന്നും മഴ കൊള്ളാത്ത സ്ഥലത്തേക്ക് എടുത്ത് വെക്കണം എന്ന് അപ്പോഴാണ് എനിക്കൊരു അറിവ് കിട്ടിയത് കേട്ടോ. നമ്മളത് മഴ കൊള്ളുന്നിടത്ത് തന്നെ വെച്ചിന്. മുള വന്നതിൻ്റെ ശേഷം പിന്നെ അത്യാവശ്യം മഴ കിട്ടുന്നിടത്ത് തന്നെ വെച്ചിട്ടോ. അപ്പോൾ അതിങ്ങോട്ട് ഇങ്ങനെ ചീഞ്ഞ് പോയിട്ടോ അതിൻ്റെ ഇലകൾ. പിന്നെ ഞാൻ വേഗം ബാക്കിയുള്ളതൊക്കെ വേഗം മാറ്റി വേറെ സ്ഥലത്തേക്ക് മാറ്റി വെച്ചിന്. അതും ഉഷാറായിട്ടുണ്ടാകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മളെ വീടിൻ്റെ ഇങ്ങനെ സൈഡിലേക്ക് ഇങ്ങോട്ട് ഒരു സൈഡിലേക്ക് ഇവിടേക്ക് മാറ്റി വെച്ചിട്ടോ. പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന ചെടിയൊക്കെ ഒന്ന് ഞാൻ അങ്ങോട്ട് മാറ്റിയിട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട്. എനിക്കിങ്ങനെ വെറുതെ ഇരിക്കാൻ കഴിയില്ല, എന്തെങ്കിലുമൊക്കെ ഓരോ പണികൾ എടുക്കണം ഓരോ ദിവസം. അപ്പോൾ ഇന്നത്തെ ചെടിയൊക്കെ ഞാൻ ഇവിടുന്നൊക്കെ എടുത്തിട്ട് ഒക്കെ വീടിൻ്റെ മുൻഭാഗത്തേക്ക് അങ്ങോട്ട് നിരത്തി അങ്ങോട്ട് വെച്ച് കൊടുത്ത്. ഇനി ഇവിടെ നമുക്ക് പൈപ്പ് വെള്ളം വരുന്ന സമയത്ത് നല്ലോണം അങ്ങോട്ട് വെള്ളം അങ്ങോട്ട് അടിച്ചിട്ട് നല്ലോണം ഒന്ന് അടിച്ച് വരുത്തേച്ച് ഇങ്ങോട്ട് കഴുകി വൃത്തി ഇങ്ങോട്ട് ആക്കി എടുക്കണം കേട്ടോ. അപ്പോൾ അത് നമ്മൾ അവിടെയൊക്കെ ഉണ്ടായിരുന്ന ചെടികളത്ത് നമ്മളെ വീടിൻ്റെ മുൻവശത്ത് ഇങ്ങനെ നിരത്തി അങ്ങോട്ട് വെച്ച് കൊടുത്തേ.
ഇടയ്ക്കൊക്കെ ഇങ്ങനത്തെ പണികളൊക്കെ ചെയ്യും വേണം, എന്നാലേ നമുക്ക് എന്താണ് ഇത് പിന്നെ അവിടുന്ന് അങ്ങോട്ടൊക്കെ തന്നെ മാറ്റി വെക്കും ചെയ്യും കേട്ടോ. ഇപ്പോൾ അവിടെ നിന്ന് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മുറ്റത്തേക്ക് ഇങ്ങോട്ട് മാറ്റി വെച്ചത്. അപ്പോൾ നമ്മളത് അതിൻ്റെ ഇടയിലൂടെ ഞാൻ ഇതൊന്നും കാണിച്ചു തന്നതാട്ടോ. കണ്ടില്ലേ നമ്മളെ ചെടിയൊക്കെ ഉഷാറായിട്ട് ഇങ്ങോട്ട് അരിയിലെ ചെടികളൊക്കെ ഇങ്ങോട്ട് എന്ത് ഭംഗി കാണാൻ ഇങ്ങനെ. അപ്പോൾ എനിക്ക് തോന്നി ഇങ്ങനെ കൂട്ടി വെക്കുകയാണോ നല്ലതെന്ന്. അപ്പോൾ ഇന്നലെ സ്കൂളിട്ട് പോകുമ്പോൾ മക്കൾ ചോദിച്ചു ഇവിടെ എന്താ നഴ്സറിയാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ നഴ്സറിയാണോ എന്ന് പറഞ്ഞുതരുന്നുണ്ട് കേട്ടോ. മക്കളിങ്ങനെ ഒരുപാട് ചെടികൾ നിരത്തി വെച്ചപ്പോൾ ആയിട്ടുള്ള കുറേ ആകുമ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ. പിന്നെ അപ്പോൾ ഒന്നിൻ്റെ രണ്ടും പല ചെടീൻ്റെ തണ്ടൊക്കെ തരുമോ എന്നൊക്കെ ചോദിച്ചാൽ ഇങ്ങനെ കൊണ്ടുപോയി. അപ്പോൾ തന്നെ ഞങ്ങളെ വീട്ടിലുള്ളതും ഞങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരണം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പം നിങ്ങളുടെ വീട്ടിലൊക്കെ വെറൈറ്റി ചെടി ഉണ്ടെങ്കിൽ അതൊക്കെ കൊണ്ടുവന്ന് തരേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ മക്കൾ നമുക്ക് തന്നെ ഒരു ഹെൽപ്പാണല്ലോ. നമ്മളിങ്ങനെ ഓരോ നല്ല സംഗതി ആയിട്ട് കാണുമ്പോഴും അതുപോലെ ഇങ്ങോട്ട് തരാനും അതൊക്കെ നല്ലൊരു സംഗതി തന്നെ കേട്ടോ. അപ്പോൾ നമ്മളെ ചെടികൾ ഇതാ ഇവിടെയൊക്കെ സെറ്റാക്കി ഇങ്ങോട്ട് റെഡിയാക്കി വെച്ചിനെ. അതുപോലെ തന്നെ നമ്മൾ ചെടി ഇങ്ങനെ ഒരുമിച്ച് വെക്കുകയാണോ നല്ലത്, പിന്നെ അല്ലെങ്കിൽ നമ്മൾ വീടിൻ്റെ ഓരോ സൈഡിലൊക്കെ ആക്കി വെക്കുന്നതാണോ ഇഷ്ടം എന്നുള്ളതൊക്കെ ഒന്ന് നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കട്ടോ, ഏതാണ് ഭംഗി എന്നുള്ളത്. ഇപ്പം നമ്മളെ ക്യാരറ്റ് നട്ടത് കേട്ടോ, ഇവിടേക്ക് ഇങ്ങനെ തൽക്കാലം ഞാൻ ഇവിടെ വെച്ചതാണ്, ഇവിടെ നിന്ന് ഇങ്ങോട്ടും മാറ്റും കേട്ടോ. പിന്നെ പച്ചക്കറികളൊക്കെ നമ്മളത് ടെറസിൻ്റെ മുകളിലോട്ടോ നമ്മൾ സാധാരണ വെക്കൽ. ഇതിന് മുള വന്നതിൻ്റെ ശേഷം നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോയി വെക്കണം. ഉണ്ടായാലും ഇല്ലെങ്കിലും ഞാൻ നിങ്ങളോട് പറയട്ടോ അതെങ്ങനെ ഉണ്ട് എന്നുള്ളത്. അപ്പം കണ്ടില്ലേ എന്താ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ രണ്ട് ചെടീൻ്റെ തണ്ടൊക്കെ ഇങ്ങനെ വെച്ച് കൊടുത്തതാട്ടോ. പെട്ടെന്ന് കോഴിയൊന്ന് കൊത്താതെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. നമ്മളെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് അറിയിക്കുക. ഓക്കെ ബൈ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം.